ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോൾ ആണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ റോൾ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ നോയമ്പിന്റെ സമയമായതുകൊണ്ട് നോമ്പ് തുറയ്ക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നൊരു പലഹാരമാണ്. അതുപോലെ തന്നെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം. ചിക്കൻ റോൾ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയാണ് ആദ്യം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള വഴറ്റാനിടുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ലേശം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മീറ്റ് റോളിന് സവോള അരിയുമ്പോൾ വളരെ കട്ടി ഉറച്ച് അരിയാനായിട്ട് നോക്കണം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാൽ മതി, പക്ഷേ കട്ടി ഉറച്ചിട്ട് അരിയണേ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞ് ചേർക്കണ്ട കേട്ടോ, ഇതുപോലെ അങ്ങ് അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിരുന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ഇപ്പോൾ സവോള നന്നായിട്ട് വാടി വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട, പക്ഷേ ഒന്ന് ബ്രൗൺ ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് പോയാൽ മാത്രമേ നമ്മുടെ മസാലയ്ക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പൊടികളുടെയൊക്കെ ആ ഒരു കുത്തൽ ഉണ്ടാവും. പിന്നെ ഈ മസാലയിലേക്ക് കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇപ്പം മസാലയൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചിക്കൻ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 100-150 ഗ്രാം ചിക്കൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിലേക്ക്. കാരണം അതിനുള്ള മസാലയേ ഉള്ളൂ. ചിക്കൻ പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കണ്ട. അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തീരെ അങ്ങ് പൊടിയായി പോകും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കത്രിക വെച്ചിട്ട് അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കണേ. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് ഒരുപാട് ഉപ്പ് അങ്ങ് ഇടല്. ചിക്കനോടൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു ചെറിയ തീയിൽ 1-2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഈ കൂട്ടത്തിൽ ഇതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. വിസ്ക് കയ്യിലുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് കലക്കുന്നതാണ് നല്ലത്. സ്പൂൺ ഉപയോഗിച്ച് ചെയ്താൽ കട്ടയൊക്കെ ഉടഞ്ഞു വരാൻ ഇച്ചിരി താമസമാണ്. ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേരും. വിസ്ക് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് കറക്റ്റായിട്ട് അങ്ങ് കിട്ടിക്കോളും. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാമല്ലോ, വളരെ ലൂസായിട്ടാണ് കലക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ദോശ ചൂടുന്ന വലിയ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചോളുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലുപ്പത്തിൽ പരത്തി എടുക്കാനായിട്ട് പറ്റും. ഇത് ഈ ഒരു രീതിക്കാണ് മാവ് കിട്ടേണ്ടത്. തവ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 തവി മാവാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒട്ടും കനമില്ലാതെ വേണം പരത്തിയെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നുവെച്ചാൽ മതി. പിന്നെ ഇത് 2 സൈഡും തിരിച്ചിടത്തില്ല. അടിവശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അടുപ്പത്തൊന്ന് എടുത്ത് മാറ്റാവേ.
ഇത് തിരിച്ചിടണ്ട, ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ആയി വന്നാൽ മതി. ഇതുപോലെ അങ്ങ് വട്ടത്തിൽ പരത്തി എടുത്താൽ മാത്രം മതി, ഒട്ടും കട്ടിയില്ലാതെ. ഇപ്പോൾ അടുത്ത ഷീറ്റും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ എല്ലാം ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാവേ. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഷീറ്റിലേക്ക് മസാല നിറച്ച് കൊടുക്കാനായിട്ട് പോവാണ്. 1-2 സ്പൂൺ മസാല വെച്ച് കൊടുക്കാവേ. ഷീറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 2 സ്പൂണാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. നമ്മൾ ആദ്യം ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മൈദ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ആദ്യം ഈ ഭാഗം അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. സൈഡിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം അങ്ങ് മടക്കി എടുത്താൽ മതിയേ. ഈ രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഒട്ടിച്ചത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അടുത്ത ഷീറ്റും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അടുത്ത റോള് റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാം. ഇപ്പോൾ റോളെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, മുമ്പേ നമ്മൾ ഷീറ്റ് ഉണ്ടാക്കി എടുത്ത പാൻ വീണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ റോൾ ഒന്നുകൂടെ ഒന്ന് വെക്കുകയാണ്. ഇച്ചിരി ഒന്ന് കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് ഇച്ചിരി ഒന്ന് ഹാർഡാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ. ഇത് പെട്ടെന്ന് പൊട്ടിയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 സൈഡും ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നിട്ടിട്ട് ഇങ്ങനെ എടുക്കാവേ. ഇപ്പം കണ്ടോ, ഈ സൈഡൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഇപ്പം ഈ റോളിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ 2 മുട്ട എടുത്ത് പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ റോളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നേരെ ഈ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡും ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള റോൾസും ഇതുപോലെ തന്നെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇപ്പം ഈ റോൾസ് എല്ലാം നമ്മൾ ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ ചൂടാവാനായിട്ട് വെച്ചേക്കുവാണ്. അതൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഓരോ റോളായിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യത്തെ ഇതിൽ 4 എണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളതോടെ വറുത്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ ചിക്കൻ റോളായിട്ട് എടുത്ത് മാറ്റാവേ. ഇതാ ഇപ്പം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ റോളാണ് നമ്മൾ ഇന്ന് ചെയ്തത്. നിങ്ങൾക്കിത് മീറ്റ് വെച്ചിട്ട് വേണേലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ
ഈ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. പിന്നെ ഇപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തും ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്